ഹലോ ഫ്രണ്ട്സ്, ഞാൻ വിപിൻ. ദ ലേഡി വിത്ത് ലാമ്പിലേക്ക് എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ഓസ്കി എക്സാം ബുക്ക് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ഫേസ് ചെയ്യുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണത്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റെഡ് ഫ്ലാഗുകളെ പറ്റിയാണ്. കോമൺ ആയിട്ട് ഓസ്കി എക്സാമിൽ വരുന്ന റെഡ് ഫ്ലാഗുകൾ. ഇത് നിങ്ങൾ ചെയ്തില്ല എങ്കിൽ ഉറപ്പായിട്ട് ഫെയിൽ ആവും. 1 by 1 ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കെയർഫുള്ളായിട്ട് കേൾക്കുക. ഫസ്റ്റ് ഈസ് ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ അലവ് ചെയ്ത് തന്നിട്ടുള്ള ടൈമിനുള്ളിൽ നമ്മൾ ആ പ്രൊസീജിയർ ചെയ്ത് തീർത്തില്ല എങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഫെയിൽ ആവും. അതുകൊണ്ട് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ടൈമർ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ. ഉറപ്പായിട്ട് നിങ്ങൾ പാസ്സാവും. അടുത്തത് ഹാൻഡ് ഹൈജീൻ. WHO ഗൈഡ് ലൈൻ അനുസരിച്ച് 7 സ്റ്റെപ്പ് മെത്തേഡാണുള്ളത്. തറവായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിരിക്കണം. ആദ്യത്തെ ഹാൻഡ് ഹൈജീൻ നമ്മൾ വൃത്തിയായിട്ടാണ് ചെയ്ത് കാണിക്കുന്നതെങ്കിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾ പാസ്സാകും. അടുത്തത് വരുന്നത് ഡോക്യുമെൻറ്റേഷൻ. പ്രൊസീജിയർ എത്ര വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്താലും ഡോക്യുമെൻറ്റേഷൻ ചെയ്തില്ലെങ്കിൽ ഫെയിൽ ഉറപ്പാണ്. സോ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഡോക്യുമെൻ്റ് ചെയ്ത് കൂടി പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, വളരെ ഗുണം ചെയ്യും. അടുത്തത് റീഡ് സിനാരിയോ കെയർഫുള്ളി. അസസർ നമ്മുടെ കയ്യിലേക്ക് സിനാരിയോ തന്നു കഴിയുമ്പോൾ ചുമ്മാ തള്ളിക്കളഞ്ഞിട്ട് പോലെ അത് കെയർഫുള്ളായിട്ട് റീഡ് ചെയ്യണം. ഏതാണ് സെറ്റിങ്, ഏതാണ് ടൈം, ഏതാണ് ഡിസീസ് കണ്ടീഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റീഡ് ചെയ്ത് മനസ്സിലിരുത്തിയതിന് ശേഷം മാത്രം പ്രൊസീജിയർ ചെയ്ത് നോക്കൂ, നമ്മൾ പാസ്സാകും. നെക്സ്റ്റ് ഈസ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പേഷ്യൻറ്റിൻ്റെ അടുത്തൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഹലോ, ഹായ്, ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ച് അവരുമായിട്ട് ഒന്ന് ഫ്രണ്ട്ലിയായി നോക്കൂ. കൂളായിട്ട് നമുക്ക് പ്രൊസീജിയർ ചെയ്ത് തീർക്കാൻ പറ്റും. ഇനി പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പേഷ്യൻ്റ് ID ആൻഡ് അലർജി ചെക്ക്. ഇത് നിങ്ങൾ ചെയ്തില്ല എങ്കിൽ തോൽക്കും, ഉറപ്പാണ്. അപ്പോൾ ഓർത്തിരിക്കുക, പേഷ്യൻ്റ് ID ആൻഡ് അലർജി ചെക്ക്. ചില പ്രൊസീജിയറിൽ ഡബിൾ ID ചെക്ക് വരുന്നുണ്ട്. അത് ഞാൻ 1 by 1 ആയിട്ട് പിന്നലത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. നെക്സ്റ്റ് വരുന്നത് പ്രൈവസി. പ്രൈവസി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, മസ്റ്റാണ്. മറന്നു പോകരുത്. പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുമ്പ് പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് ഒബ്റ്റെയിനിങ് ദ പേഷ്യൻ്റ് കൺസെൻറ്റ്. ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ അടുത്ത് പോയിട്ട് ഞാനിത് ചെയ്തോട്ടെ എന്ന് പെർമിഷൻ വാങ്ങിക്കണം. ക്യാൻ ഐ ഡു ഇറ്റ് ഫോർ യു എന്നൊന്ന് ചോദിച്ചിട്ട് വേണം നമ്മൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒന്ന് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തി നോക്കൂ, ഉറപ്പായിട്ട് നിങ്ങൾ പാസ്സാകും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.